प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 2025-26 അധ്യയന വർഷത്തിൽ നടന്ന 6ാം ക്ലാസ്സിലെ ഹിന്ദി ചോദ്യപേപ്പറാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള UP സ്കൂളുകളിൽ നടന്ന ഹിന്ദി ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ചില നിർദ്ദേശങ്ങൾ നോക്കാം. സാമാന്യ നിർദ്ദേശ് पहले 15 मिनट का कूल ऑफ टाइम പ്രശ്നപത്ര വാചൻ के लिए है. അതായത് ആദ്യത്തെ 15 മിനിറ്റ് സമയം എന്തിനു വേണ്ടിയാണ്? കൂൾ ഓഫ് ടൈമാണ്. അതായത് ആ സമയത്ത് നിങ്ങൾ ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓരോന്നിൻ്റെയും അർത്ഥമൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് സമയമാകുമ്പോൾ ഉത്തരം എഴുതാൻ സാധിക്കും. ഇനി അടുത്ത നിർദ്ദേശം എന്താണ്? കുൽ 6 പ്രശ്ന ഹെ സഭി കെ ഉത്തർ ലിഖന അനിവാര്യ ഹെ. ആകെ 6 ചോദ്യങ്ങളുണ്ട്. അവയിൽ എല്ലാറ്റിൻ്റെയും ഉത്തരം എഴുതേണ്ടത് അനിവാര്യമാണ്. ഇനി മൂന്നാമത്തെ നിർദ്ദേശം എന്താണ്? പ്രശ്ന സംഖ്യ 3 और 5 में विकल्प है. ചോദ്യം നമ്പർ 3 അതുപോലെ 5 എന്നിവയിൽ ഓപ്ഷൻസ് ഉണ്ട്. അതായത് മൂന്നാമത്തെയും 5ാമത്തെയും ചോദ്യങ്ങളിൽ എന്തുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 3ൻ്റേതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 5ൻ്റേതിലും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതായത് A, B എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൂചന നീലി ചിടിയ കവിത കി യേ പങ്ക്തിയാ പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. നീലി ചിടിയ എന്നുള്ള കവിതയിലെ ഈ വരികൾ വായിക്കാം, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പോൾ ഈ വരികൾ നമുക്ക് നോക്കാം. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനേ വാലി ചിടിയ ഇൻ പത്തോ മേ ഉൻ പത്തോ മേ ചിപ്കർ ഗാനേ വാലി ചിടിയ. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. പത്തോ മേ ചിപ്കർ ചിടിയ ക്യാ കർത്തി ഹെ. ഇലകളിൽ ഒളിച്ചിരുന്ന് പക്ഷി എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? നാച്തി ഹെ നൃത്തം ചെയ്യുന്നു, ഗാത്തി ഹെ പാടുന്നു, സോത്തി ഹെ ഉറങ്ങുന്നു, ഖാത്തി ഹെ തിന്നുന്നു. അപ്പോൾ ഇതിലേതാണ് ശരി? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വരികൾ നന്നായി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും, അല്ലേ? ഇലകളിൽ ഒളിച്ചിരുന്ന് പക്ഷി എന്താ ചെയ്യുന്നത്? ഇതിൽ നോക്കൂ. ഇസ് ഫുൻകി സെ ഉസ് ഫുൻകി പർ ഉഡ്കർ ജാനേ വാലി ചിടിയ ഇൻ പത്തോ മേ ഉൻ പത്തോ മേ ചിപ്കർ ഗാനേ വാലി ചിടിയ. അപ്പോൾ ചിപ്കർ ഗാനേ വാലി ചിടിയ, അല്ലേ? അപ്പോൾ എന്താണ്? ഒളിച്ചിരുന്ന് എന്താ ചെയ്യുന്നത്? ഗാനേ വാലി ചിടിയാണ്, പാടുന്ന പക്ഷിയാണ്, അല്ലേ? അപ്പോൾ ആ പക്ഷി എന്താ ചെയ്യുന്നത്? ഒളിച്ചിരുന്ന് ഗാത്തി ഹെ. അപ്പോൾ ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് ശരി ഉത്തരം? ആ എന്നുള്ളത്, അല്ലേ? അതായത് ഗാത്തി ഹെ, പാടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കവിത സെ സമാൻ രൂപ് ചുൻകർ ലിഖേ. കവിതയിൽ നിന്നും സമാനമായ രൂപം തിരഞ്ഞെടുത്ത് എഴുതാം. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗാനേ വാലി, പാടുന്ന. അപ്പോൾ ആ വാലി എന്നുള്ള രൂപത്തിൽ വരുന്ന വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യാണ് വേണ്ടത്? എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ. വേറെ അതേപോലെ വരുന്നത് എന്താണ്? ഉഡ്കർ ജാനേ വാലി ചിടിയ എന്ന് കണ്ടില്ലേ? അതിൽ എന്ത് ഗാനേ വാലി പോലെയുള്ള ഒന്നാണ് ഏത്? ജാനേ വാലി, അല്ലേ? അപ്പോൾ ജാനേ വാലി എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്? കവിതാംശിക ആശയ ലിഖേ. കവിതാഭാഗത്തിൻ്റെ ആശയം എഴുതാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 4 വരികളുടെ ആശയം നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ആശയം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അതായത് കവിതയുടെ പേരും കവിയുടെ പേരും ഈ കവിതയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതും പിന്നെ നൽകിയിട്ടുള്ള ആ 4 വരികളുടെ ആശയവുമാണ് എഴുതേണ്ടത്, അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി. സൂചന സീഗടി മച്ചിലി സൂഖി ക്യോ നഹി ലോക് കഥാ കാ യേ അംശ പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. സീഗടി മച്ചിലി സൂഖി ക്യോ നഹി എന്നുള്ള പാഠം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബൂഢി ചീണ്ടി കെ പാസ് ഗയി. ചീണ്ടി ഓ ചീണ്ടി ബതാओ तुमने बच्चे को क्यों काटा? चींटी ने कहा, बूढ़ी अम्मा चटाई ने मेरी राह रोकी. तुम चटाई को लपेट लो और मुझे जाने दो, तब मैं नहीं काटूंगी. बूढ़ी अम्मा ने झट से बच्चे को उठाया, चटाई को लपेट दिया. അപ്പോൾ ഇതിലെ ചോദ്യം എന്താണ്? പ്രസ്താവ് പഠേ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. പ്രസ്താവന അഥവാ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം, എന്നിട്ട് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രസ്താവനകളാണ് നൽകിയിട്ടുള്ളത്? ചട്ടായിനെ ചീൻറ്റിക്ക് രാഹ് റോക്കി, ചീൻറ്റീനെ ബൂട്ടിക്കോ കാട്ട, ചീൻറ്റീനെ ബച്ചേക്കോ കാട്ട, ചീൻറ്റീനെ ചട്ടായിക്ക് രാഹ് റോക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രസ്താവനകളുടെ അർത്ഥം മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പ്രസ്താവനകൾ? ചട്ടായിനെ ചീൻറ്റിക്ക് രാഹ് റോക്കി എന്ന് പറഞ്ഞാൽ എന്താണ്?
പായ ഉറുമ്പിൻ്റെ വഴി തടഞ്ഞു. ചീണ്ടീനെ ബൂഢീക്കോ കാട്ട. ഉറുമ്പ് വൃദ്ധയെ കടിച്ചു. ചീണ്ടീനെ ബച്ചേക്കോ കാട്ട. ഉറുമ്പ് കുട്ടിയെ കടിച്ചു. ചീണ്ടീനെ ചട്ടായിക്ക് റാഹ് റോക്കി. ഉറുമ്പ് പായയുടെ വഴി തടഞ്ഞു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് നോക്കൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓർ ആ സഹി ഹെ. ആ എന്നുള്ളതും ആ എന്നുള്ളതുമായ പ്രസ്താവനകൾ ശരിയാണ്. അടുത്തത് എന്താണ്? ആ ഓർ ഇ സഹി ഹെ. ആ എന്നുള്ളതും ഇ എന്നുള്ള പ്രസ്താവനയും ശരികളാണ്. അടുത്തെന്താണ്? ആ ഓർ ഇ സഹി ഹെ. ആ എന്നുള്ളതും ഇ എന്നുള്ളതുമായ പ്രസ്താവനകൾ ശരിയാണ്. ഇ ഓർ ഈ സഹി ഹെ. ഇ എന്നുള്ളതും ഈ എന്നുള്ളതുമായ പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഇതിൽ 2 പ്രസ്താവനകൾ ശരിയുണ്ട് അല്ലേ? അതാണല്ലോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ നമ്മൾ നോക്കുക. അതായത് ആ ഈ എന്നുള്ള ഇതിൽ ഏത് പ്രസ്താവനകളാണ് ശരിയായതെന്ന് നോക്കുക. അപ്പോൾ ചട്ടായിനെ ചീണ്ടിക്ക് റാഹ് റോക്കി. പായ ഉറുമ്പിൻ്റെ വഴി തടഞ്ഞു അല്ലേ? അത് ശരിയല്ലേ? അപ്പോൾ അതിൽ നോക്കൂ നിങ്ങൾ. ചട്ടായിനെ മേരി റാഹ് റോക്കി എന്നാര് പറയുന്നുണ്ട്? ചീണ്ടി പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതായത് പായ എൻ്റെ വഴി തടഞ്ഞു എന്ന്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം പായ എന്ത് ചെയ്തു? ഉറുമ്പിൻ്റെ വഴി തടഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണല്ലോ. പിന്നെ ശരിയായ പ്രസ്താവന ഏതാണ്? ചീണ്ടീനെ ബച്ചേക്കോ കാട്ട. ഉറുമ്പ് കുട്ടിയെ കടിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ ബൂട്ടിയമ്മ പറയുന്നുണ്ടല്ലോ, ബത്താവോ തുമ്നെ ബച്ചേക്കോ ക്യോം കാട്ട. നീ കുട്ടിയെ എന്തിനാണ് കടിച്ചത് എന്ന് ബൂട്ടിയമ്മ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഉറുമ്പ് കുട്ടിയെ കടിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലേ? അപ്പോൾ ചീണ്ടീനെ ബച്ചേക്കോ കാട്ട. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. എന്ന് വെച്ചാൽ ആ എന്നുള്ളതും ഇ എന്നുള്ളതുമായ പ്രസ്താവനകൾ ശരിയാണ് അല്ലേ? അപ്പോൾ അതായത് ആ ഓർ ഇ സഹി ഹെ എന്നുള്ളതാണ് ശരി. അതായത് ഇവിടെ 3ാമത്തെ ഓപ്ഷനാണ് ശരിയായി വരുന്നത് അല്ലേ? വികൽപ്പ് എന്നുള്ളതിൽ 3 എന്നുള്ള റോമൻ ലെറ്റർ കൊടുത്തിട്ടില്ലേ? അതായത് ആ ഓർ ഇ സഹി ഹെ. ഓക്കെ. അപ്പോൾ ഇതേപോലെ ചോദ്യം ഇപ്പോൾ പുതുതായിട്ട് പരീക്ഷകൾ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നൽകുന്ന പാരഗ്രാഫ് ഒക്കെ വായിച്ച് ശരിക്കും അർത്ഥം മനസ്സിലാക്കുക. എന്നിട്ട് നൽകുന്ന പ്രസ്താവനകളും നന്നായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ചിത്രക്കെ അനുസാർ വാക്യ ചുൻകർ ലിഖേ. ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്യം തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പോൾ 1, 2, 3, 4 എന്നീ നമ്പറുകളായിട്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ ചിത്രത്തിലും കാണുന്നത് എന്താണ് എന്നുള്ളത് അതിൻ്റെ യോജിക്കുന്ന സെൻറ്റൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ 1ാമത്തെ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ബൂഡിയമ്മ എന്ത് ചെയ്യുന്നു? ഉറുമ്പിനോട് ചോദിക്കുകയല്ലേ? അതായത് 1 എന്ന് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബൂഡിയമ്മ ചീണ്ടീസെ പൂച്ച്തി ഹേ അല്ലേ? അപ്പോൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ബൂഡിയമ്മ ഉറുമ്പിനോട് ചോദിക്കുന്നു. 2ാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? അതായത് ബൂഡിയമ്മ പായ ചുരുട്ടുന്നു അല്ലേ? അല്ലെങ്കിൽ മടക്കുന്നു. അതല്ലേ ചിത്രത്തിൽ കാണുന്നത്? അതിന് യോജിക്കുന്ന സെൻറ്റൻസ് എന്താണ്? ബൂഡിയമ്മ ചട്ടായി ലപ്പേട്ത്തി ഹെ അല്ലേ? അതായത് ബൂഡിയമ്മ പായ ചുരുട്ടുന്നു. ഇനി 3ാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ബൂഡിയമ്മ കുട്ടിയുടെ അടുത്ത് ഇരിക്കുന്നതല്ലേ? അപ്പോൾ അതിന് യോജിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? ബൂഡിയമ്മ ബച്ചേക്കെ പാസ് ബൈഠ്ത്തി ഹെ അല്ലേ? അപ്പോൾ അത് 3 ഇട്ടിട്ട് ആ സെൻറ്റൻസാണ് എഴുതേണ്ടത്. അടുത്ത 4ാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ബൂഡിയമ്മ കുട്ടിയെ എടുക്കുന്നു അല്ലേ? അപ്പോൾ ബൂഡിയമ്മ ബച്ചേക്കോ ഉഠാത്തി ഹേ. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ 1, 2, 3, 4 എന്നുള്ള ഓരോ ചിത്രത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് യോജിച്ച സെൻറ്റൻസ് നേരെ എഴുതുക. ഓക്കെ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അതായത് 3ാമത്തേത്. 3ൽ തന്നെ എ, ബി എന്നീ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 1ാമത്തെ ചോദ്യം നോക്കാം. സൂചന ചലേം കഹാനി കാ യേ അംശ് പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ചലേം എന്നുള്ള കഥയുടെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. टुक्कू कई दिन से साइकिल की जिद कर रहा था. अम्मा ने टुक्कू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. पर आपको तो स्कूटी चलाना नहीं आता? टुक्कू ने अम्मा से पूछा. तुम्हें भी तो साइकिल चलाना नहीं आता? अम्मा ने कहा. मैं सीख लूँगा धीरे धीरे. टुक्कू बोला. मैं भी सीख लूँगी धीरे धीरे. अम्मा हंसते हुए बोली. उस रात दोनों को नींद न आई. അല്ല, ചോദ്യം എന്താണ്? മേ ബി സീക്ക് ലൂങ്കി ധീരെ ധീരെ. ഈ കിസ്നെ കഹ, ഇതാരാണ് പറഞ്ഞത്? ഞാനും പതിയെ പതിയെ പഠിച്ചെടുക്കുമെന്ന് ഇത് ആരാണ് പറഞ്ഞത്? അപ്പോൾ ഇതിൽ നോക്കൂ,
മേ ഭി സീഖ് ലൂങ്കി ധീരെ ധീരെ അമ്മ ഹസ്തേ ഹുയെ ബോലി. അപ്പോൾ ഇതാരാ പറഞ്ഞത്? അമ്മയാണ് അല്ലേ? അപ്പോൾ അമ്മാനെ കഹ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും മേ സീഖ് ലൂങ്ക ധീരെ ധീരെ എന്നില്ലേ എന്നുള്ളത് അല്ലേ? പക്ഷേ അതിൽ നിന്ന് മാറ്റമുണ്ട്. ഇവിടെ എന്താണ്? മേ ഭി സീഖ് ലൂങ്കി ധീരെ ധീരെ എന്നാണ്. ലൂങ്കി എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതാരാണ്? പെണ്ണാണ് അല്ലേ? സ്ത്രീലിംഗ രൂപമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പറയുന്നത് ആരാണ്? ടുക്കു ആണോ? അല്ല, ആരാണ്? അമ്മയാണ് അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഉസ് രാത് ദോനോ കോ നീന്ത് ന ആയി ടുക്കു കി ഉസ് ദിൻ കി ഡയറി ലിഖേ. ആ രാത്രി, അതായത് അന്നേ ദിവസം രാത്രി 2 പേർക്കും ഉറക്കം വന്നില്ല. ടുക്കുവിൻ്റെ ആ ദിവസത്തെ ഡയറി എഴുതാം. അപ്പോൾ ഈ ഒരു സന്ദർഭം നടക്കുന്ന അന്ന് രാത്രി എന്ത് ചെയ്യാണ്? ടുക്കു ഡയറി എഴുതുകയാണ്. അപ്പോൾ ടുക്കുവിൻ്റെ ഡയറി നിങ്ങൾ സ്കൂളിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് നന്നായി പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു ചോദ്യമുണ്ട് ഇതിൽ തന്നെ ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ അഥവാ എന്നുള്ളത് ഓർ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, അതായത് 3B സൂചന രൂരു കഹാനിക്ക യെ അംശ പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. രൂരു എന്നു പേരായ ഒരു കഥ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിലൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കാം. രൂരുവിനെ തോട ഡർത്തെ ഹുയെ झिझकते हुए हौले से अम्मी की जेब से सिर बाहर निकाला. दुनिया कितनी बड़ी थी, कितनी सुंदर, कितने सारे रंग, आवाज़ें, कितनी खुशबू. അപ്പോൾ ചോദ്യം എന്താണ്? രൂരുവിനെ കഹാൻ സെ സിർ ബാഹർ നിക്കാല. രൂരു എവിടെ നിന്നാണ് തല പുറത്തേക്കിട്ടത്? അപ്പോൾ ഇതിൽ നോക്കൂ, അമ്മിക്ക് ജേബ് സെ സിർ ബാഹർ നിക്കാല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം? രൂരുവിനെ അമ്മിക്ക് ജേബ് സെ സിർ ബാഹർ നിക്കാല അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. ദുനിയ കിത്നി ബഡി थी, कितने सारे रंग, आवाज़ें, कितनी खुशबू. पहली बार दुनिया देखने वाले रूरू की उस दिन की डायरी लिखी. ഈ ലോകം എത്രമാത്രം വലുതായിരുന്നു, എത്രമാത്രം നിറങ്ങൾ, ശബ്ദങ്ങൾ, സുഗന്ധം. ആദ്യമായിട്ട് ലോകം കാണുന്ന രൂരുവിൻ്റെ ആ ദിവസത്തെ ഡയറി എഴുതാനാണ് ചോദ്യം. അപ്പോൾ രൂരുവിൻ്റെ ഡയറിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചതല്ലേ? അപ്പോൾ അത് അടിസ്ഥാനത്തിൽ രൂരു ഡയറി എഴുതുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പ്രതിപാദിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 3 ആക്ടിവിറ്റികളുടെ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. സബ്കോ ധന്യവാദ്.